ഹലോ ഡിയർ ഫ്രണ്ട്സ്, കെമിസ്ട്രി മേഡ് ഈസിയുടെ അടുത്ത ക്ലാസ്സിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യം എന്തായിരുന്നു? കെമിസ്ട്രിയുടെ ചില ബേസിക് കൺസെപ്റ്റുകളെ കുറിച്ചാണ് പറഞ്ഞത്. അതിലേറ്റവും ആദ്യം പറഞ്ഞത് മാറ്ററിനെ നമ്മൾ പ്രധാനമായും മിക്സ്ചേഴ്സ് ആൻഡ് പ്യുവർ സബ്സ്റ്റൻസസ് എന്ന രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഈ മിക്സ്ചേഴ്സിനെ വീണ്ടും ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എന്നതാണ്. മിക്സ്ചേഴ്സ് ആർ അഗെയിൻ ഡിവൈഡഡ് ഇൻ ടു ഹോമോജീനിയസ് മിക്സ്ചർ ആൻഡ് ഹെറ്ററോജീനിയസ് മിക്സ്ചർ. മിക്സ്ചർ എന്താണെന്ന് പറയേണ്ട കാര്യമില്ല, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഇവിടെ എക്സാമ്പിൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എല്ലാ ടൈപ്പ് സൊല്യൂഷൻസും അതുപോലെ മഡി വാട്ടർ ഇതൊക്കെ എന്താണ്? മിക്സ്ചറാണ്. മോർ ദാൻ വൺ ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? മിക്സ്ചർ എന്ന് വിളിക്കും. അപ്പോൾ ഈ ക്ലാസ്സിൽ നമുക്ക് ഹോമോജീനിയസ് മിക്സ്ചർ എന്താണെന്ന് ആദ്യം നോക്കാം. മിക്സ്ചേഴ്സ് ഹാവിങ് യൂണിഫോം കോമ്പോസിഷൻ ത്രൂ ഔട്ട് ആർ ടേംഡ് ആസ് ഹോമോജീനിയസ് മിക്സ്ചേഴ്സ്. എന്താണ് യൂണിഫോം കോമ്പോസിഷൻ? യൂണിഫോം കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഒരുപോലെ അല്ലേ? യൂണിഫോം എന്ന് പറഞ്ഞാൽ ഒരുപോലെ എന്നാണ് അർത്ഥം. അതിന് എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് ഓൾ ടൈപ്സ് ഓഫ് സൊല്യൂഷൻസ്, എയർ എക്സെട്ര എന്നതാണ്. അപ്പോൾ ഹോമോ എന്ന വാക്കിന് തന്നെ അർത്ഥം എന്താണ്? ഒരേപോലെയുള്ളത് എന്നാണ് അർത്ഥം. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നമ്മൾ വലിയ ഒരു ബക്കറ്റിൽ കുറച്ച് പഞ്ചസാര ലായനി, ഷുഗർ സൊല്യൂഷൻ ഉണ്ടാക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ വെള്ളം എടുക്കും, അതിലേക്ക് എന്ത് ചെയ്യുന്നു? ഷുഗർ ഡിസോൾവ് ചെയ്യിക്കും അല്ലേ? നന്നായി ഡിസോൾവ് ചെയ്തതിന് ശേഷം ആ ബക്കറ്റിൽ നിന്ന് നമ്മൾ ഏത് ഭാഗത്ത് നിന്ന് വെള്ളം എടുത്ത് കുടിച്ച് നോക്കിയാലും എന്തുണ്ടാവും? നല്ല മധുരം ഉണ്ടാവും. ചില ഭാഗത്ത് കൂടുതൽ മധുരവും ചില ഭാഗത്ത് കുറവ് മധുരമൊന്നും ആയിരിക്കില്ല. അപ്പോൾ എല്ലാ ട്രൂ സൊല്യൂഷനും എന്താണ്? ഒരു ഹോമോജീനിയസ് മിക്സ്ചറാണ്. കാരണം എന്താണ്? ആ മിക്സ്ചറിൻ്റെ എല്ലാ ഭാഗത്തും യൂണിഫോം കോമ്പോസിഷൻ ആയിരിക്കും, ഒരേപോലെ ആയിരിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ ഇവിടെ വേറൊരു എക്സാമ്പിൾ തന്നിരിക്കുന്നത് എയർ ആണ്. നമുക്കറിയാം എയർ എന്താണ്? ഒരു മിക്സ്ചറാണ്. മിക്സ്ചർ ഓഫ് ഗ്യാസസ്, ഓക്സിജൻ, നൈട്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, അങ്ങനെ ഒരുപാട് ഗ്യാസസിൻ്റെ ഒരു മിക്സ്ചറാണ് നമ്മുടെ എയർ എന്ന് പറയുന്നത്. ഇതെന്ത് മിക്സ്ചറാണെന്നാണ് പറയുന്നത്? ഇതും ഒരു ഹോമോജീനിയസ് മിക്സ്ചറാണ് എന്നാണ് പറയുന്നത്. അതിൻ്റെ കാരണം എന്താണ്? ഒരേപോലെയാണ് കോമ്പോസിഷൻ. അതായത് ഇപ്പോൾ എയറിൽ നമ്മൾ എവിടെ നിന്ന് ശ്വസിച്ചാലും നമുക്ക് ഓക്സിജൻ വാതകം ലഭിക്കും അല്ലേ? നമ്മൾ ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗത്ത് പോയാൽ അവിടെ നമുക്ക് നല്ലോണം ശ്വസിക്കാൻ വേണ്ടി ഓക്സിജൻ കിട്ടും. ചില ഭാഗത്ത് തീരെ ഓക്സിജൻ ഇല്ലാത്ത അവസ്ഥ, അങ്ങനെയൊന്നുമില്ല. ഒരു ഫിക്സഡ് പേഴ്സൻറ്റേജ് എല്ലാ ഗ്യാസസും എന്തുണ്ട്? എയറിലുണ്ട്. അത് എല്ലാ ഭാഗത്തും ഒരുപോലെയാണ്. ഓക്സിജൻ്റെ അളവായാലും നൈട്രജൻ്റെ അളവായാലും ഒരുപോലെ തന്നെയാണുള്ളത്. ആ പേഴ്സൻറ്റേജിനനുസരിച്ചിട്ടാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? എയർ ഒരു ഹോമോജീനിയസ് മിക്സ്ചറാണ് എന്ന് പറയാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ആ വാക്ക് കേൾക്കുമ്പോൾ ഹോമോ എന്ന് പറഞ്ഞാൽ തന്നെ ഒരേപോലെ, ഒരേ കോമ്പോസിഷൻ ആയിരിക്കും. അപ്പോൾ എല്ലാ ട്രൂ സൊല്യൂഷൻസും എന്താണ്? ഒരു ഹോമോജീനിയസ് മിക്സ്ചറാണ്. ഇനി അടുത്ത നോക്കൂ, ഹെറ്ററോജീനിയസ് മിക്സ്ചർ. Mixtures having different composition at different parts are called heterogeneous mixture. അപ്പോൾ ഹോമോയിൽ ഒരേപോലെ ആയിരുന്നു എല്ലാ ഭാഗത്തും. ഇവിടെ എങ്ങനെയാണ്? ഡിഫറെൻറ്റ് കോമ്പോസിഷൻ അറ്റ് ഡിഫറെൻറ്റ് പാർട്സ്. എല്ലാ ഭാഗവും ഒരുപോലെയല്ല എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ നമുക്ക് നോക്കാം. മിക്സ്ചർ ഓഫ് സോൾട്ട് ആൻഡ് ഷുഗർ. സോൾട്ടും ഷുഗറും നമ്മൾ എത്ര തന്നെ മിക്സ് ചെയ്ത് കഴിഞ്ഞാലും എല്ലാ ഭാഗവും, ഏത് ഭാഗം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഒരുപോലെ ആവണമെന്നില്ല. അതിൻ്റെ മിക്സിങ് ഒരുപോലെ ആവണമെന്നില്ല. അതുപോലെ ഷുഗർ ആൻഡ് സാൻഡ്, ഇതൊക്കെ നമ്മൾ എങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞാലും നമുക്കൊരു യൂണിഫോം ആയിട്ടുള്ള കോമ്പോസിഷൻ കിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഹെറ്ററോജീനിയസ് മിക്സ്ചർ എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട്, അപ്പോൾ നമുക്ക് മിക്സ്ചേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞു. മിക്സ്ചേഴ്സ് ആർ ഡിവൈഡഡ് ഇൻ ടു ഹോമോജീനിയസ് മിക്സ്ചർ ആൻഡ് ഹെറ്ററോജീനിയസ് മിക്സ്ചർ. അതെന്താണെന്ന് മനസ്സിലാക്കുക, അതിൻ്റെ എക്സാമ്പിൾ ഓർത്ത് വെക്കാം. ഇനി അടുത്ത എന്താണ്? പ്യുവർ സബ്സ്റ്റൻസസ്, ശുദ്ധ പദാർത്ഥങ്ങൾ. പ്യുവർ സബ്സ്റ്റൻസസ് ആർ എഗെയിൻ ഡിവൈഡഡ് ഇൻ ടു. അപ്പോൾ എന്താണ് പ്യുവർ സബ്സ്റ്റൻസ് എന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ അത് കൂടുതൽ വിശദീകരിക്കാത്തത് കേട്ടോ. അപ്പോൾ സബ്സ്റ്റൻസസ് ദാറ്റ് കണ്ടെയ്ൻ ഓൺലി വൺ ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾസ്, അതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? പ്യുവർ സബ്സ്റ്റൻസസ്. ഇനി അത് എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് നോക്കൂ. എലമെൻറ്റ്സ് ആൻഡ്
കോമ്പൗണ്ട്സ്. എലമെൻസും കോമ്പൗണ്ട്സും. അപ്പോൾ നിങ്ങൾക്ക് ഇതും പുതിയ കാര്യമൊന്നുമല്ല. നമുക്ക് ഒരുപാട് എലമെൻസിൻ്റെ പേരുകളൊക്കെ നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ? ഹൈഡ്രജൻ, ഓക്സിജൻ, ലിഥിയം, സോഡിയം, ഇതൊക്കെ എന്താണ്? എലമെൻസ് ആണ്. പ്യുവർ സബ്സ്റ്റൻസസ് വിച്ച് കണ്ടെയ്ൻ ഓൺലി വൺ ടൈപ്പ് ഓഫ് ആറ്റംസ് ആർ ടേംഡ് ആസ് എലമെൻറ്റ്സ്. പ്രത്യേകം ശ്രദ്ധിക്കുക ഡെഫിനിഷൻ. എന്താണ്? പ്യുവർ സബ്സ്റ്റൻസസ് വിച്ച് കണ്ടെയ്ൻ ഓൺലി വൺ ടൈപ്പ് ഓഫ് ആറ്റംസ് ആർ ടേംഡ് ആസ് എലമെൻറ്റ്സ്. ഒരേ ടൈപ്പ് ആറ്റം മാത്രമേ ഏതിലുണ്ടാവുള്ളൂ? എലമെൻറ്റ്സ്. ഞാനിവിടെ 2 കോളമായിട്ട് എഴുതിയിട്ടുണ്ട്, ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ്. അതിൻ്റെ കാരണം ചില എലമെൻറ്റ്സ് മോണോ അറ്റോമിക് ആയിരിക്കും, ആറ്റം ആയിട്ട് തന്നെയാണ് എക്സിസ്റ്റ് ചെയ്യുക. എന്നാൽ ചില എലമെൻറ്റ്സ് ആവട്ടെ എങ്ങനെയാണ് എക്സിസ്റ്റ് ചെയ്യുക? മോളിക്യൂൾസ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഇവിടെ ആറ്റംസ് എന്നുള്ളതിൻ്റെ താഴെ ഞാൻ എച്ച് എന്ന് കൊടുത്തിട്ടുണ്ട്. ഹൈഡ്രജൻ്റെ ഒരാറ്റത്തെ കാണിക്കുന്നതാണ് എച്ച്. പക്ഷേ ഈ ഹൈഡ്രജൻ എന്ന് പറയുന്നത് ശരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത് അറ്റോമിക് സ്റ്റേറ്റിലല്ല, മോണോ അറ്റോമിക് ആയിട്ടല്ല, അത് മോളിക്യൂൾ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ആറ്റത്തിൻ്റെ താഴെ എച്ച് എന്നും മോളിക്യൂളിൻ്റെ താഴെ H2 എന്നും കാണിച്ചിരിക്കുന്നത്. അപ്പോൾ H2 എന്ന് കണ്ടാൽ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? ഇറ്റ്സ് എ മോളിക്യൂൾ ഓഫ് ഹൈഡ്രജൻ. അപ്പോൾ ഹൈഡ്രജൻ ശരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? മോളിക്യൂളായിട്ടാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ഹൈഡ്രജൻ ആറ്റംസ് കമ്പൈൻ ചെയ്ത അവസ്ഥയിലാണ് ഹൈഡ്രജൻ എക്സിസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ മോണോ അറ്റോമിക് ആറ്റമായിട്ട് മാത്രം നിൽക്കുന്ന ചില എക്സാമ്പിൾസ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൂടി നോക്കുക. ലിഥിയം Li2 അല്ല, അത് എങ്ങനെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്? Li ആയിട്ട് തന്നെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. K പൊട്ടാസ്യം, Mg, Na ഇതൊക്കെ എന്താണ്? മോണോ അറ്റോമിക് ആണ്. ഈ എലമെൻറ്റ്സ് ഒക്കെ എന്താണ്? മോണോ അറ്റോമിക് ആണ്, മോണോ അറ്റോമിക് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതേസമയം മോളിക്യൂൾസിൻ്റെ കോളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഓൾറെഡി, ഹൈഡ്രജൻ എങ്ങനെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്? 2 ഹൈഡ്രജൻ ആറ്റംസ് കമ്പൈൻ ചെയ്ത അവസ്ഥയിലാണ്. അതേമാതിരി ഓക്സിജൻ എങ്ങനെയാണ്? O ആയിട്ടല്ല, O2 ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നൈട്രജൻ N2, Cl2 2 ക്ലോറിൻ ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ നിങ്ങൾ നോക്കൂ, S8 എന്ന് പറഞ്ഞാൽ S എന്ന് പറഞ്ഞാൽ സൾഫറാണ്. അപ്പോൾ സൾഫറിൻ്റെ ഒരു മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? 8 സൾഫർ ആറ്റങ്ങൾ കമ്പൈൻ ചെയ്തതാണ് സൾഫറിൻ്റെ ഒരു മോളിക്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ആറ്റംസും മോളിക്യൂൾസും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക. പക്ഷേ ഇതിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഓൺലി വൺ ടൈപ്പ് ഓഫ് ആറ്റംസ് അല്ലേ? അതിനെയാണ് നമ്മൾ എലമെൻറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ H2 ആര് മാത്രമേ ഉള്ളൂ? ഹൈഡ്രജൻ ആറ്റംസ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ S8 എടുക്കുകയാണെങ്കിൽ അതിൽ ആര് മാത്രമേ ഉള്ളൂ? സൾഫർ ആറ്റംസ്, ഒരൊറ്റ ടൈപ്പ് ആറ്റംസ് മാത്രമുള്ളതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എലമെൻറ്റ്സ്. അപ്പോൾ എലമെൻറ്റ്സ് ഈ 2 അവസ്ഥയിലും ഉണ്ടാവാം, അറ്റോമിക് സ്റ്റേറ്റിലും ഉണ്ടാവാം, അതുപോലെ തന്നെ എങ്ങനെയും നിലനിൽക്കാം, മോളിക്യൂളായിട്ടും നിലനിൽക്കാം എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി നെക്സ്റ്റ് കോമ്പൗണ്ട്സ് ആണ്. എലമെൻറ്റ്സ് കഴിഞ്ഞാൽ കോമ്പൗണ്ട്സ്. അപ്പോൾ അതിൻ്റെ ഡെഫിനേഷൻ ഒന്ന് വായിക്കാം. പ്യുവർ സബ്സ്റ്റൻസസ് വിച്ച് കണ്ടെയ്ൻ മോർ ദാൻ വൺ ടൈപ്പ് ഓഫ് ആറ്റംസ് ആർ ടേംഡ് ആസ് കോമ്പൗണ്ട്സ്. എന്താണ്? വിച്ച് കണ്ടെയ്ൻ മോർ ദാൻ വൺ ടൈപ്പ് ഓഫ് ആറ്റംസ് ആർ ടേംഡ് ആസ് കോമ്പൗണ്ട്സ് എന്നാണ് പറയുന്നത്. അതായത് മോർ ദാൻ വൺ ടൈപ്പ്, ഒരേ ടൈപ്പിലുള്ളതല്ല, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആറ്റംസ് കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? കോമ്പൗണ്ട്സ് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ നോക്കിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് അത് മനസ്സിലാവും. എക്സാമ്പിൾ H2O എന്താണ്? വാട്ടറാണ്. H2Oയിൽ ഏതൊക്കെയാണ് ആറ്റംസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആറ്റംസ് ഏതൊക്കെയാണ് കമ്പൈൻ ചെയ്തിട്ടുള്ളത്? 2 ഹൈഡ്രജൻ ആറ്റവും 1 ഓക്സിജൻ ആറ്റവും. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പായി. അപ്പോൾ അത് രണ്ടും കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണെന്ത്? നമുക്ക് കിട്ടുന്ന കോമ്പൗണ്ട് ആണെന്ത്? H2O, വാട്ടർ. അതുപോലെ അമോണിയ NH3 നൈട്രജൻ ആറ്റവും ഉണ്ട്, 1 നൈട്രജൻ ആറ്റവും 3 ഹൈഡ്രജൻ ആറ്റവും കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കോമ്പൗണ്ട് ആണെന്ത്? അമോണിയ, NH3. അതുപോലെ SO2 സൾഫർ ഡൈ ഓക്സൈഡ്, 1 സൾഫറും 2 ഓക്സിജൻ ആറ്റവും. അതുപോലെ തന്നെ CO2 1 കാർബണും 2 ഓക്സിജൻ ആറ്റവും. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആറ്റംസ്
കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, കോമ്പൗണ്ട്സ് കിട്ടുന്നത്. അപ്പോൾ ഇതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള എക്സാമ്പിൾസ് ആണ്. ഈ എക്സാമ്പിൾസ് ഒക്കെ നിങ്ങളൊന്ന് ബൈ ഹാർട്ട് പഠിക്കണം. അമോണിയ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് NH3 ആണ്. അതുപോലെ തന്നെ സൾഫർ ഡൈ ഓക്സൈഡ് SO2 ആണ്, കാർബൺ ഡൈ ഓക്സൈഡ് CO2 ആണ് എന്നൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് എഴുതാൻ വേണ്ടി സാധിക്കണം. ഇനി ഈ ഒരു പിക്ചർ നോക്കുക. ആറ്റത്തിനെയും മോളിക്യൂളിനെയും ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടി ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന പിക്ചറാണ്. അപ്പോൾ ഏറ്റവും മേലെ എഴുതിയിട്ടുള്ള നോക്കൂ, ആറ്റംസ് ഓഫ് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് അല്ലേ, HONCU എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് താഴെ കാണാൻ പറ്റും 2 ഹൈഡ്രജൻ ആറ്റംസ് H+H. അത് കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഒരു ഹൈഡ്രജൻ മോളിക്യൂൾ നമുക്ക് കിട്ടുന്നത്. എ മോളിക്യൂൾ ഓഫ് ഹൈഡ്രജൻ H2. ആ ഡിഫറൻസ് മനസ്സിലാക്കുക, എന്താണ് ആറ്റം, എന്താണ് മോളിക്യൂൾ എന്നുള്ളത്. അതുപോലെ തന്നെ രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കൂ, an atom of oxygen പ്ലസ് another atom of oxygen. അത് രണ്ടും കൂടി എന്ത് ചെയ്യുന്നു, കമ്പൈൻ ചെയ്യുന്നു. O2, എ മോളിക്യൂൾ ഓഫ് ഓക്സിജൻ. അപ്പോൾ ഇനി നിങ്ങളുടെ മനസ്സിൽ ആറ്റം എന്ന് പറയുമ്പോഴും മോളിക്യൂൾ എന്ന് പറയുമ്പോഴും നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു ധാരണ ഉണ്ടാവണം. അപ്പോൾ എല്ലാ എലമെൻസും മോളിക്യൂളായിട്ടല്ല എക്സിസ്റ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ സോഡിയം എന്താണ്, മോണോ അറ്റോമിക് ആണ്. മോണോ എന്ന് പറഞ്ഞാൽ സിംഗിൾ, ഒന്ന് എന്നാണ് അർത്ഥം. ഒറ്റ ആറ്റമായിട്ടാണ് സോഡിയം പോലെയുള്ള ചില എലമെൻറ്റ്സ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് നന്നായിട്ട് മനസ്സിലാക്കണം. അതുപോലെ ഈ ഫിഗർ ഒന്ന് നോക്കുക, വാട്ടർ മോളിക്യൂൾ അല്ലേ. വാട്ടർ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ വാട്ടർ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ അതൊരു കോമ്പൗണ്ടാണ് അല്ലേ. കാരണം എന്താണ്, ഒരു ഓക്സിജൻ ആറ്റവും 2 ഹൈഡ്രജൻ ആറ്റവും കമ്പൈൻ ചെയ്യുന്നു. അപ്പോൾ ആ ഒരു മോളിക്യൂളിൻ്റെ ഡെപ്പിക്ഷനാണ് കൊടുത്തിരിക്കുന്നത് അവിടെ. അതുപോലെ എന്താണ്, കാർബൺ ഡൈ ഓക്സൈഡ് അതൊരു അനദർ കോമ്പൗണ്ടാണ്. അപ്പോൾ എന്താണ്, CO2 ഒരു കാർബണും 2 ഓക്സിജനുമാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെ എന്താണ്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കെമിസ്ട്രിയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് കോമ്പൗണ്ട്സും ആറ്റംസ് മോളിക്യൂൾസ് എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ അതിനെക്കുറിച്ച് നല്ലൊരു ക്ലാരിറ്റി നിങ്ങളുടെ മൈൻഡിലുണ്ടെങ്കിൽ മാത്രമേ ഇനി അങ്ങോട്ടുള്ള ചാപ്റ്റേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് കൃത്യമായിട്ട് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അടുത്ത് നോക്കുക, അപ്പോൾ നമ്മൾ മാറ്ററിൻ്റെ ക്ലാസിഫിക്കേഷൻ നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. മാറ്ററിൻ്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് എന്താണ് അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത്, പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററാണ്. പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ മാറ്ററിൻ്റെ സ്വഭാവം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ സവിശേഷത. ഇതൊക്കെയാണ് പ്രോപ്പർട്ടീസ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഏതിനെക്കുറിച്ചാണോ പഠിക്കുന്നത് അതിൻ്റെ സ്വഭാവം. നമ്മൾ കെമിസ്ട്രിയിൽ പ്രധാനമായിട്ടും നമുക്ക് പല സബ്സ്റ്റൻസസിൻ്റെയും പ്രോപ്പർട്ടീസൊക്കെ പഠിക്കാനുണ്ടാവും. എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ സ്വഭാവം എന്താണ്, അതിൻ്റെ സവിശേഷത എന്താണ് എന്നുള്ളത് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഈ മാറ്ററിൻ്റെ പ്രോപ്പർട്ടീസിനെ പ്രധാനമായിട്ടും 2ആയിട്ട് വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണത്, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ്. അപ്പോൾ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായി. ഇനി ഈ പ്രോപ്പർട്ടീസിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയും. നമുക്ക് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആദ്യം നോക്കാം. Those properties which can be measured or observed without changing the identity or the composition of the substance is termed as physical property. അപ്പോൾ എങ്ങനെയുള്ള പ്രോപ്പർട്ടിയാണ്, which can be measured or observed. എന്താ മെഷർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അളന്നെടുക്കാൻ പറ്റുന്നതോ അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്ത് കിട്ടുന്നതോ. ഒബ്സർവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നിരീക്ഷിക്കുക അല്ലേ. നമുക്ക് ഒന്നുകിൽ അളന്നെടുക്കാം അല്ലെങ്കിൽ നിരീക്ഷിക്കാം. വിത്തൗട്ട് ചേഞ്ചിങ് ദ ഐഡൻറ്റിറ്റി ഓർ ദ കോമ്പോസിഷൻ ഓഫ് ദ സബ്സ്റ്റൻസ്. അതായത് ആ സബ്സ്റ്റൻസിൻ്റെ കോമ്പോസിഷനിൽ യാതൊരു മാറ്റവുമില്ലാതെ, നമ്മൾ ആ സബ്സ്റ്റൻസസിൽ യാതൊരു മാറ്റവും ഉണ്ടാക്കുന്നില്ല, അതിന് നമ്മളൊന്നും ചെയ്യുന്നില്ല. നമുക്ക് ഒന്നുകിൽ അളന്നെടുക്കാം അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർട്ടി. ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്കത് കൂടുതലായിട്ട് മനസ്സിലാവും. കളർ, എക്സാമ്പിൾ കളർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കളർ എന്ന് പറയുമ്പോൾ നമുക്ക് ഒബ്സർവ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് കളർ. ഒന്നിനെ നിരീക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ കളറാണ് എന്താണെന്ന് മനസ്സിലാവും. അപ്പോൾ കളർ ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടിയാണ്. ഓർഡർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്മെല്ലാണ്, മണം. അപ്പം നമുക്ക് എന്ത് പറയാം, അതിന് നമുക്ക് സ്മെല്ല് ചെയ്ത് നോക്കിയാൽ
അതിൻ്റെ ഓർഡർ നമുക്ക് കിട്ടും. അല്ലാതെ നമുക്ക് ആ വസ്തുവിൻ്റെ മേലെ യാതൊരു മാറ്റവും നമുക്ക് വരുത്തേണ്ട ആവശ്യമില്ല. നമുക്ക് ഒന്നുകിൽ നിരീക്ഷിച്ചിട്ട് കളറും ഓർഡറും ഒക്കെ നമുക്ക് നിരീക്ഷിച്ചിട്ട് കണ്ടെത്താൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെയാണ് മെൽറ്റിംഗ് പോയിൻ്റ്, ബോയിലിംഗ് പോയിൻ്റ് എക്സെട്ര. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഫിസിക്കൽ പ്രോപ്പർട്ടി. അതുപോലെ തന്നെ കൂടുതൽ എക്സാമ്പിൾ നമുക്ക് പറയാം. ഇപ്പോൾ ലെങ്ത്ത്, ഒരു വയറിൻ്റെ ലെങ്ത്ത് അളക്കണം എന്ന് വിചാരിക്കുക, അതിൻ്റെ നീളം അളക്കണം, നമുക്കൊരു സ്കെയിൽ കൊണ്ട് അളക്കാം. അല്ലാതെ അതിൻ്റെ മേലെ യാതൊരു മാറ്റവും നമുക്ക് വരുത്തേണ്ട കാര്യമില്ല. അപ്പോൾ എന്താണ്, ലെങ്ത്ത് ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടിയാണ് എന്ന് പറയാം. അതുപോലെ തന്നെ മാസ്, ഇതൊക്കെ നമുക്ക് പുറമേ നിന്നും അളന്നെടുക്കാൻ പറ്റുന്നതാണ്. ആ മാറ്ററിൻ്റെ യാതൊരു മാറ്റവും വരുത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ ലെങ്ത്തും മാസും ഒക്കെ നമുക്കിതിൽ കൂട്ടിച്ചേർക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളിങ്ങനെ 2-3 ഉദാഹരണങ്ങൾ പഠിച്ചു വെക്കുക ഫിസിക്കൽ പ്രോപ്പർട്ടീസിൻ്റെ. അതുപോലെ നെക്സ്റ്റ് അടുത്തതാണ് കെമിക്കൽ പ്രോപ്പർട്ടീസ്. കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ ദോസ് പ്രോപ്പർട്ടീസ് വിച്ച് ക്യാൻ ബി മെഷേർഡ് ഓർ ഒബ്സർവ്ഡ് വെൻ എ സബ്സ്റ്റൻസ് അണ്ടർഗോസ് കെമിക്കൽ ചേഞ്ച് ആർ ടേംഡ് ആസ് കെമിക്കൽ പ്രോപ്പർട്ടീസ്. നേരത്തെ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു, സബ്സ്റ്റൻസിന് യാതൊരു ചേഞ്ചും വരുത്താതെ നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന പ്രോപ്പർട്ടീസ് ആയിരുന്നു ഫിസിക്കൽ പ്രോപ്പർട്ടീസ് അല്ലേ. അതായത് അതിൻ്റെ ലെങ്ത്ത് നമുക്ക് മെഷർ ചെയ്യാം, അതുപോലെ തന്നെ അതിൻ്റെ മാസ് മെഷർ ചെയ്യാം, കളറ്, ഓർഡർ, ഇതൊക്കെ നമുക്ക് സബ്സ്റ്റൻസിൻ്റെ മേലെ യാതൊരു ചേഞ്ചും വരുത്താതെ കണ്ടെത്താൻ സാധിക്കുന്നതാണ്. അതേസമയം കെമിക്കൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. എപ്പോഴാണ്, വെൻ എ സബ്സ്റ്റൻസ് അണ്ടർഗോസ് കെമിക്കൽ ചേഞ്ച്, ഒരു രാസമാറ്റം, ആ സബ്സ്റ്റൻസ് ഒരു രാസമാറ്റത്തിന് വിധേയമാകുമ്പോൾ മാത്രം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് വിളിക്കുന്നത്. എപ്പോഴാണ് ഒരു രാസമാറ്റം ഉണ്ടാവുക? രാസമാറ്റം നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. അതായത് ഒരു രാസപ്രവർത്തനം നടക്കുമ്പോൾ, ഡ്യൂറിങ് എ കെമിക്കൽ റിയാക്ഷൻ, ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് അവിടെയുള്ള ചേഞ്ചസ് ആണ് നമ്മൾ പഠിക്കുന്നത്. അതാണ് കെമിക്കൽ പ്രോപ്പർട്ടി. കെമിക്കൽ റിയാക്ഷൻ നടത്തി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കെമിക്കൽ പ്രോപ്പർട്ടീസ് അളന്നെടുക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ. അപ്പം അങ്ങനെയുള്ള കെമിക്കൽ പ്രോപ്പർട്ടീസിൻ്റെ എക്സാമ്പിൾ പറയുന്നുണ്ട്. ഏതൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? റിയാക്ടിവിറ്റി അല്ലേ, റിയാക്ടിവിറ്റി, റേഡിയോ ആക്ടിവിറ്റി, അസിഡിറ്റി, ഇതൊക്കെ നമ്മൾ മെഷർ ചെയ്യുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? കെമിക്കൽ റിയാക്ഷൻ കണ്ടക്ട് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഏതൊരു മാറ്ററിനും 2 തരത്തിലുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട്. ഫിസിക്കൽ പ്രോപ്പർട്ടിയും ഉണ്ട്, കെമിക്കൽ പ്രോപ്പർട്ടിയും ഉണ്ട്. അപ്പോൾ കെമിക്കൽ ചേഞ്ച് നടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ നമ്മൾ കണ്ടെത്തുന്ന, നമ്മൾ മെഷർ ചെയ്യുന്ന കാര്യങ്ങളാണ് ഏതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവുക? കെമിക്കൽ പ്രോപ്പർട്ടീസിൽ ഉൾപ്പെടുത്തിയിട്ട് ഉണ്ടാവുക. ഓക്കെ, നമുക്കപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.